നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കർഷകർക്ക് നൽകാനുള്ള പണം സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ച് ക്രമക്കേട് നടത്തിയ എരുമപ്പെട്ടി മങ്ങാട് ക്ഷീരവ്യവസായ സഹകരണ സംഘം സെക്രട്ടറി PA ജിജേഷിന് സസ്പെൻഷൻ. നടപടിയെടുത്തത് ക്ഷീരസംഘം ഭരണസമിതി യോഗം. കർഷകർക്ക് നൽകാനുള്ള തുക എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കുവാനും തിരിമറി നടത്തിയ തുക ഇയാളിൽ നിന്ന് ഈടാക്കുവാനുള്ള നിയമ നടപടി സ്വീകരിക്കുമെന്നും ക്ഷീരസംഘം പ്രസിഡന്റ് PC അബാൽമണി. തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘട്ടനം. 11+2 വിദ്യാർത്ഥികൾക്കെതിരെ വടക്കേക്കാട് പോലീസ് കേസെടുത്തു. വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷങ്ങൾ പതിവാകുന്നത് സ്കൂൾ അധികൃതർക്കും രക്ഷാകർത്താക്കൾക്കും തലവേദനയാകുന്നു. അതിർത്തി തർക്കത്തെ തുടർന്ന് ചൊവ്വല്ലൂരിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി CCTV ക്യാമറ തല്ലിത്തകർത്തു. സംഭവത്തിൽ അയൽവാസിക്കെതിരെ കേസ്. പ്രവാസിയായ പുഴങ്ങര ഇല്ലത്ത് നൌഷാദിന്റെ വീട്ടിലെ CCTV ക്യാമറയാണ് അയൽവാസി ഷിഹാബുദ്ദീൻ തല്ലിത്തകർത്തത്. വാർത്തകൾ വിശദമായി. കർഷകർക്ക് നൽകാനുള്ള പണം സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ച് ക്രമക്കേട് നടത്തിയ എരുമപ്പെട്ടി മങ്ങാട് ക്ഷീരവ്യവസായ സഹകരണ സംഘം സെക്രട്ടറി PA ജിജേഷിനെ സസ്പെൻഡ് ചെയ്തു. കർഷകർക്ക് നൽകാനുള്ള തുക എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കുവാനും ജിജേഷ് തിരിമറി നടത്തിയ തുക ഇയാളിൽ നിന്നും ഈടാക്കുവാനുള്ള നിയമ നടപടി സ്വീകരിക്കുവാനും ക്ഷീരസംഘം ഭരണസമിതി യോഗം തീരുമാനിച്ചതായി പ്രസിഡന്റ് PC അബാൽമണി അറിയിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് ഡയറി എക്സ്റ്റൻഷൻ ഓഫീസറുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്നാണ് നടപടി സ്വീകരിച്ചത്. സൊസൈറ്റിയിൽ പാലളക്കുന്ന കർഷകർക്ക് നൽകേണ്ട ലക്ഷക്കണക്കിന് രൂപയാണ് സെക്രട്ടറി സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി തിരിമറി നടത്തിയത്. പണം ലഭിക്കാത്തതിനെ തുടർന്ന് കർഷകർ സംഘത്തിന് മുന്നിൽ പാലൊഴിച്ച് പ്രതിഷേധിച്ചിരുന്നു. ഇതേ തുടർന്ന് ചേർന്ന സഹകരണ സംഘത്തിന്റെ അടിയന്തര യോഗത്തിൽ കർഷകരുടെ പണം താനാണ് തിരിമറി ചെയ്തതെന്ന് സെക്രട്ടറിയായിരുന്നു PA ജിജേഷ് സമ്മതിക്കുകയും വാർത്താക്കുറിപ്പ് പുറത്തിറക്കുകയും ചെയ്തിരുന്നു. അതിർത്തി തർക്കത്തെ തുടർന്ന് ചൊവ്വല്ലൂരിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി CCTV ക്യാമറ തല്ലിത്തകർത്ത സംഭവത്തിൽ അയൽവാസിക്കെതിരെ കേസെടുത്തു. കണ്ടാണിശ്ശേരി പഞ്ചായത്തിൽ ചൊവ്വല്ലൂരിൽ പ്രവാസിയായ പുഴങ്ങര ഇല്ലത്ത് നൌഷാദിന്റെ വീട്ടിലെ CCTV ക്യാമറയാണ് അയൽവാസി ഷിഹാബുദ്ദീൻ തല്ലിത്തകർത്തത്. നൌഷാദിന്റെ ഉമ്മയും ഭാര്യയും ഉൾപ്പെടെ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ കയറിയാണ് പ്രതി അതിക്രമം നടത്തിയത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2:30യോടെയായിരുന്നു സംഭവം. സംഭവത്തിൽ നൌഷാദിന്റെ ഭാര്യ ഫാത്തിമ ഗുരുവായൂർ പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഷിഹാബുദ്ദീനെതിരെ കേസെടുത്തു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ചൊവ്വല്ലൂർ സിംഫണി നഗറിലുള്ള പരാതിക്കാരിയുടെ വീട്ടുപറമ്പിലേക്ക് അതിക്രമിച്ചു കയറി വീടിന്റെ പുറകുവശത്ത് സ്ഥാപിച്ചിട്ടുള്ള CCTV ക്യാമറയാണ് പ്രതി ചുറ്റിക ഉപയോഗിച്ച് അടിച്ചു തകർത്തത്. പിന്നീട് ഭീഷണിപ്പെടുത്തുകയും അടിച്ചു തകർത്ത CCTV ക്യാമറയുടെ ഭാഗങ്ങൾ പ്രതി എടുത്തുകൊണ്ടുപോയതായും വീട്ടുകാർ പറഞ്ഞു. 10,000-ഓളം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. 2.5 മണിക്ക് അത് വന്നിട്ട് ചുറ്റിയോണ്ട് മേടി പൊട്ടിച്ച് എന്നിട്ട് പറഞ്ഞ് ഇനി ഞങ്ങൾ എന്താ ചെയ്തോളാം, കേസ് കൊടുക്കുക എന്താ ചെയ്തോളാം, എനിക്കൊരു പേടിയില്ല. CCTV ക്യാമറ അടിച്ചു തകർക്കാൻ ഉപയോഗിച്ച ചുറ്റിക പ്രതിയുടെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തതായും സൂചനയുണ്ട്. എരുമപ്പെട്ടി സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം പണിയുവാനുള്ള സ്ഥലം AC മൊയ്തീൻ MLA സന്ദർശിച്ചു. വർഷങ്ങളായി വാടക കെട്ടിടത്തിലാണ് രജിസ്റ്റർ ഓഫീസ് പ്രവർത്തിക്കുന്നത്. സമീപത്ത് തന്നെയുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് നിന്ന് സൗജന്യമായി നൽകിയ 7 സെന്റ് സ്ഥലത്താണ് 2 നിലകളോട് കൂടിയ രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നത്. സ്ഥലം സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. തുടർന്നാണ് ഓഫീസിന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയത്. സംസ്ഥാന സർക്കാരിന്റെ വകുപ്പ് ബഡ്ജറ്റ് ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം നടത്തുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് S വസന്തലാൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, പഞ്ചായത്ത് അംഗങ്ങളായ റീന വർഗീസ്, സതി മണികണ്ഠൻ, സബ് രജിസ്ട്രാർ ദീപക് പോൾ, ആധാരമെഴുത്തുകാരുടെ പ്രതിനിധി ഫിൻഡോ ഫ്രാൻസിസ്, ജോസ് ചൂണ്ടൽ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. പ്രശസ്ത സാഹിത്യകാരൻ VKNന്റെ രചനകളിലെ കഥാപാത്രങ്ങളെ ആസ്പദമാക്കി ചിത്രകാരൻ ആർട്ടിസ്റ്റ് നമ്പൂതിരി വരച്ച ചിത്രങ്ങൾ ചാലിശ്ശേരി കൗക്കോട് മൊയ്തീൻ മാസ്റ്റർ മെമ്മോറിയൽ ALP സ്കൂളിന് സമർപ്പിച്ചു. VKNന്റെ സുഹൃത്തും സ്കൂൾ മാനേജ്മെന്റ് അംഗവുമായിരുന്ന പരേതനായ EM അബ്ദുൾ മനാഫിനെ VKN സമ്മാനിച്ച ചിത്രങ്ങളാണ് മനാഫിന്റെ കുടുംബാംഗങ്ങൾ സ്കൂളിന് സമ്മാനിച്ചത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് സ്കൂൾ അങ്കണത്തിൽ നടന്ന സമർപ്പണ ചടങ്ങ് പ്രശസ്ത മ്യൂറൽ ചിത്രകാരൻ മണികണ്ഠൻ പുന്നയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും നമ്പൂതിരിയുടെ ചിത്രശേഖരം ഉണ്ടാകുന്നതെന്നും അത് നാളെകളിൽ ചരിത്രത്തിൽ ഇടം പിടിക്കുന്നതായിരിക്കുമെന്നും മണികണ്ഠൻ പുന്നയ്ക്കൽ പറഞ്ഞു. പിന്നെ എനിക്ക് ആർട്ടിസ്റ്റ് നമ്പൂതിരിയായിട്ട് നീണ്ട ഒരുപാട് ചെറുപ്പം മുതൽ എനിക്ക് ബന്ധം കാത്തു സൂക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ ഗുരുനാഥൻ്റെ അവിടെ
പലപ്പോഴും ഒത്തുകൂടുന്ന ചിത്രകലാ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ഉദ്ഘാടകനൊക്കെ ആയിട്ടും ഒക്കെ നിരന്തരം വരുന്ന ഒരു വ്യക്തി കൂടിയാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരി. സ്കൂൾ മാനേജർ അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രശസ്ത സംഗീത സംവിധായകൻ നിഖിൽ പ്രഭ മുഖ്യാതിഥിയായി. ചിത്രകലാകാരന്മാർക്ക് വേണ്ടത്ര അംഗീകാരം ലഭിക്കുന്നുണ്ടോ എന്ന് സംശയമാണെന്നും നമ്പൂതിരിയുടെ ചിത്രങ്ങളുടെ പ്രാധാന്യം കണക്കിലെടുത്ത് വരും തലമുറയ്ക്ക് പകർന്നു നൽകുന്നത് അദ്ദേഹത്തെ ആദരിക്കുന്നതിന് തുല്യമാണെന്നും നിഖിൽ പ്രഭ പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ കുട്ടികൾക്ക് ആരാണ് നമ്പൂതിരിയെന്നും അതുപോലെ ചിത്രകല എന്താണെന്നും എന്താണ് നമ്മുടെ പാരമ്പര്യമെന്നും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു തരത്തിലേക്ക് കുട്ടികളുടെ ബോധം, കുട്ടികളുടെ ക്രിയാത്മകത വളർന്നു വരേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇപ്പം നമ്മുടെ തൊട്ട അയൽനാട്ടുകാരനാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരി നമുക്കറിയാം. ചാലിശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ, തൃത്താല എ.ഒ. പ്രസാദ്, സ്കൂൾ പ്രധാനാധ്യാപകൻ ബാബു നാസർ, മാനേജ്മെന്റ് അംഗം ഇ.എം. അബൂബക്കർ, PTA വൈസ് പ്രസിഡന്റ് P.P. ജയശ്രീ, MPTA പ്രസിഡന്റ് M.U. ഫർസാന, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം A.M. നൌഷാദ് എന്നിവർ സംസാരിച്ചു. തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘട്ടനം. 11+2 വിദ്യാർത്ഥികൾക്കെതിരെ വടക്കേക്കാട് പോലീസ് കേസെടുത്തു. ഇന്റർവെൽ സമയത്ത് കുട്ടികൾ തമ്മിൽ തല്ല് നടന്നിരുന്നു. +1 വിദ്യാർത്ഥികളായ 6 പേരെ +2 വിദ്യാർത്ഥികളായ 11 പേരടങ്ങുന്ന സംഘം ആക്രമിക്കുകയായിരുന്നു. പരിക്കേറ്റ 6 പേരെ വടക്കേക്കാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ വടക്കേക്കാട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥി സംഘർഷങ്ങൾ പതിവായതോടെ കഴിഞ്ഞയാഴ്ച സ്കൂളിൽ റാഗിംഗ് കമ്മിറ്റി യോഗം ചേരുകയും വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും സംഘർഷങ്ങൾ തുടരുന്നതിൽ ആശങ്കയിലാണ് സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും. അമല മെഡിക്കൽ കോളേജിന്റെ നേതൃത്വത്തിൽ വെള്ളാറ്റഞ്ഞൂരിലുള്ള റൂറൽ ഹെൽത്ത് ട്രെയിനിംഗ് സെന്ററിന് കീഴിൽ പ്രവർത്തിക്കുന്ന സൗഹൃദം കൂട്ടായ്മയുടെ അക്ഷരക്കൂട്ട് ലൈബ്രറിയുടെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷനായി. ഹെൽത്ത് സെന്റർ ഇൻചാർജ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ CM ശ്രുതി, സൗഹൃദം കൂട്ടായ്മ പ്രസിഡന്റ് ശങ്കരൻകുട്ടി, MGS നായർ, ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു. വെള്ളാറ്റഞ്ഞൂർ ചെറുപുഷ്പാലയം കോൺവെന്റിലാണ് ലൈബ്രറി ഒരുക്കിയിരിക്കുന്നത്. പ്രദേശത്തെ 60 വയസ്സിന് മുകളിലുള്ളവരുടെ കൂട്ടായ്മയാണ് നേതൃത്വം നൽകുന്നത്. ജീവിതത്തിന്റെ വിശ്രമവേളകളിൽ വായനയുടെ ലോകം വിപുലമാക്കുക എന്നതാണ് അക്ഷരക്കൂട്ട് ലൈബ്രറിയുടെ ലക്ഷ്യം. ഗ്രന്ഥശാലയ്ക്കുള്ള ഭൂരിഭാഗം പുസ്തകങ്ങളും സംഭാവനയിലൂടെയാണ് സ്വരൂപിച്ചിരിക്കുന്നത്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച സംഭവത്തിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. വിശദാംശങ്ങളിലേക്ക്. സെന്റ് സെബാസ്റ്റ്യൻ ഇടവകയുടെ നേതൃത്വത്തിൽ ചെമ്മണ്ണൂരിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. ഇടവകയിലെ കുടുംബ കൂട്ടായ്മകളും സംഘടനകളും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ഇടവക വികാരി ഫാദർ ഗ്ലാഡ്രിൻ വട്ടക്കുഴി പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ഇടവകയിൽ നിന്നുള്ള സന്യസ്തരുടെ മാതാപിതാക്കളുടെ പ്രതിനിധിയായ പുഷ്പ ജോസഫ് യോഗത്തെ അഭിസംബോധന ചെയ്തു സംസാരിച്ചു. പള്ളി കൈക്കാരന്മാരായ തോമസ് AM, CL ജോസ്മോൻ, സംഘടനാ ഭാരവാഹികൾ, കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് സംഘപരിവാർ നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ ന്യൂനപക്ഷ വേട്ടയാടുന്നതിന്റെ ഭാഗമാണെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം MK അസ്ലം പറഞ്ഞു. ഛത്തീസ്ഗഡിൽ അകാരണമായി ജയിലിലടച്ച കന്യാസ്ത്രീകളെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തൃശൂരിൽ നടന്ന പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അസ്ലം. യോഗത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി KS ഉമേറ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് റഷീദ് മാസ്റ്റർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KK ഷാജഹാൻ, മണ്ഡലം പ്രസിഡന്റ് റഫീഖ് PH, ട്രഷറർ യാസിൻ എന്നിവർ സംസാരിച്ചു. ആറ്റുപുറം സെന്റ് ആന്റണീസ് പള്ളിയിൽ കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ കത്തിച്ചു മെഴുകുതിരിയും പ്രതിഷേധ പ്ലക്കാർഡുകളും പിടിച്ചു നടത്തിയ യോഗം വികാരി ഫാദർ ഡെന്നീസ് മാറോക്കി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സമിതി പ്രസിഡന്റ് KJ ജിജോ അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര സമിതി ട്രഷറർ MV ജോസ്, പള്ളി ട്രസ്റ്റി EJ ബെന്നി എന്നിവർ പ്രസംഗിച്ചു. മരത്തങ്കോട് ഇടവക വിശ്വാസികൾ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മെഴുകുതിരികൾ കത്തിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തി. പ്രതിഷേധ യോഗം ഇടവക വികാരി ഫാദർ ജോഫി ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത വർക്കിംഗ് കമ്മിറ്റി അംഗം ഡോക്ടർ ജോൺസൺ ആളൂർ, കൈക്കാരൻ തോമസ് ചക്രമാക്കിൽ, പള്ളി സെക്രട്ടറി സിജോ MP, ഫൊറോന കൗൺസിൽ അംഗം ജാർലി റോബർട്ട്, ജെയിംസ് വടക്കൻ, ജിജോ ചാഴൂർ എന്നിവർ പ്രസംഗിച്ചു. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ചാവക്കാട് ടൗണിലേക്ക് പ്രതിഷേധ റാലി നടത്തി. തീർത്ഥകേന്ദ്രത്തിൽ നിന്നും ആരംഭിച്ച റാലിക്ക് തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് അധ്യക്ഷത വഹിച്ചു. സമൂഹത്തിന് സംഭാവനകൾ നൽകിയ ജാതിമത ഭേദമന്യേ എല്ലാവരെയും തുല്യരായി കണ്ട് വിദ്യാഭ്യാസവും ആതുര സേവനവും നടത്തുന്ന ക്രൈസ്തവ സമൂഹത്തെ അവഹേളിക്കുന്നത് വളരെ അപലപനീയവും ആവിഷ്കാരത്തിന്റെ പേരു പറഞ്ഞുകൊണ്ട് എന്ത് പേക്കൂത്തും ക്രൈസ്തവ സമൂഹത്തിനെതിരെ നടത്താൻ തുനിയുന്നവർക്കും നേരെ ശക്തമായി തന്നെ പ്രതികരിക്കുമെന്നും തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ യോഗത്തിൽ പറഞ്ഞു. സിസ്റ്റർ മെറിൻ ജീസ്, അസിസ്റ്റന്റ് വികാരി ഫാദർ ക്ലിന്റ് പാണയങ്ങാടൻ, ട്രസ്റ്റി സേവിയർ വാക്കയിൽ,
ബീന ഫ്രാൻസിസ് എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. റാലിയിൽ ഇടവക പരിധിയിലുള്ള എല്ലാ സന്യാസ മഠങ്ങളിൽ നിന്നും സന്യസ്തരും ഇടവക ജനങ്ങളും പങ്കെടുത്തു. ട്രസ്റ്റിമാരായ ഫ്രാൻസിസ് ചിരിയങ്കണ്ടത്ത്, ഹൈസൺ PA ചാക്കോ പുലിക്കോട്ടിൽ, സെക്രട്ടറിമാരായ ബിജു മുട്ടത്ത്, ബിനു താണിക്കൽ, PR ജെഫിൻ, ജോണി എന്നിവർ നേതൃത്വം നൽകി. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച സംഭവത്തിൽ ഗുരുവായൂർ സെയിന്റ് ആന്റണീസ് ഇടവകയിലെ കത്തോലിക്ക കോൺഗ്രസ് പ്രതിഷേധിച്ചു. വികാരി ഫാദർ സെബി ചിറ്റാട്ടുകര പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. സിസ്റ്റർ റോസ മരിയ, സജിൻ സൈമൺ, മേഴ്സി ജോയ്, CV ലാൻസൺ, ആൻഡോ L പുത്തൂർ, ജിഷോ S പുത്തൂർ, ബാബു ആന്റണി, സ്റ്റീഫൻ ജോസ്, ബോബി വെള്ളറ എന്നിവർ സംസാരിച്ചു. പാലയൂർ കിക്കിരിമുട്ടൻ നഗറിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് അപകടം, മതിലുകൾ തകർന്നു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 11:30 സംഭവം. വിവാഹ ആഘോഷത്തിന് പോവുകയായിരുന്ന ഗുരുവായൂർ പടിഞ്ഞാറേനട ഗാന്ധിനഗർ സ്വദേശിയുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. പാലയൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ടതോടെയാണ് മതിലിലിടിച്ചത്. ചിങ്ങനാത്ത് അബ്ദുൾ അസീസ്, മാലിക്കുളം ഖാദർ ഷെരീഫ് എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള മതിലുകളാണ് തകർന്നത്. സംഭവസ്ഥലത്ത് നാട്ടുകാർ തടിച്ചുകൂടി. വിവരമറിഞ്ഞ് വാർഡ് കൌൺസിലർ അക്ബർ കോനോത്ത് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. എരുമപ്പെട്ടി ശങ്കരൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലംനിറ പുത്തരി ചടങ്ങുകൾ നടത്തി. ക്ഷേത്രം മേൽശാന്തി ജയചന്ദ്രൻ എമ്പ്രാന്തിരി ചടങ്ങുകൾക്ക് കാർമ്മികനായി. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് വെളുത്താർ ശിവശങ്കരൻ, ജനറൽ സെക്രട്ടറി കക്കാട്ട് ഗോവിന്ദൻകുട്ടി, കോർഡിനേറ്റർ വിജയൻ കുറുപ്പ്, ട്രഷറർ പട്ടിപ്പറമ്പിൽ ശിവരാമൻ നായർ, മാതൃസമിതി പ്രസിഡന്റ് ചാന്തിയിൽ വത്സല തുടങ്ങിയവർ നേതൃത്വം നൽകി. വയനാട് ദുരന്തത്തിന്റെ 1ാം വാർഷിക ദിനത്തിൽ NCC കേഡറ്റുകളുടെ ശ്രദ്ധാഞ്ജലി. തൃശൂർ 7 കേരള ഗേൾസ് ബറ്റാലിയന്റെ കീഴിലുള്ള ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിലെ NCC കേഡറ്റുകളാണ് വേറിട്ട ശ്രദ്ധാഞ്ജലി നടത്തിയത്. വയനാട് ചൂരന്മല മുണ്ടക്കൈ പ്രദേശങ്ങളിൽ കഴിഞ്ഞ വർഷമുണ്ടായ ദുരന്തത്തിന്റെ വാർഷിക ദിനത്തിൽ മരണപ്പെട്ടവരുടെയും ഭൂമി നഷ്ടപ്പെട്ടവരുടെയും ഭീതിതമായ ഓർമ്മകൾ നെഞ്ചേറ്റിക്കൊണ്ട് NCC കേഡറ്റുകൾ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന തോക്കുകൾക്ക് മുകളിൽ കുനിഞ്ഞ ശിരസ്സുമായാണ് ഇപ്പോൾ ജീവിക്കുന്നവരും ദുരന്തബാധിതരുമായ എല്ലാവർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ J. ബിൻസി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു വയനാട് ദുരന്തത്തെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിച്ചു. 7 കേരള ഗേൾസ് ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ ലഫ്റ്റനന്റ് മിനി TJ വയനാട് ജനതകളുടെ ഐക്യദാർഢ്യ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സീനിയർ അണ്ടർ ഓഫീസർ ലക്ഷ്മിപ്രിയ, ജൂനിയർ ഓഫീസർ നിരഞ്ജന, സീനിയർ കേഡറ്റുകളായ C. ശ്രീലക്ഷ്മി, PK സുമന്യ എന്നിവർ നേതൃത്വം നൽകി. കേഡറ്റുകളിൽ കാരുണ്യത്തിന്റെ നല്ല പാഠം രചിക്കാനാണ് ഇത്തരം ആദരവുകൾ സംഘടിപ്പിക്കുന്നതെന്ന് ലഫ്റ്റനന്റ് മിനി TJ പറഞ്ഞു. കുന്നംകുളം തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും പ്രസാദഊട്ടും ഓഗസ്റ്റ് 15 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അന്നേ ദിവസം വിശേഷാൽ പൂജകളും രാവിലെ 8 മണി മുതൽ വിവിധ കലാപരിപാടികളും ഉണ്ടാകും. ക്ഷേത്രം തന്ത്രി വടക്കേടം നാരായണൻ നമ്പൂതിരി, വടക്കേടം വാസുദേവൻ നമ്പൂതിരി, മേൽശാന്തി VM ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, കീഴ്ശാന്തി VK രാമദാസ് എന്നിവർ കാർമ്മികത്വം വഹിക്കും. ക്ഷേത്രസമിതിയുടെയും ഗുരുവായൂർ ദേവസ്വം, ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ എന്നിവയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ഓഗസ്റ്റ് 3 ഞായറാഴ്ച നടക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ക്ഷേത്രം ഓഡിറ്റോറിയത്തിലാണ് ക്യാമ്പ്. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 99 61 20 69 61 എന്ന നമ്പറിൽ വിളിച്ച് മുൻകൂട്ടി ബുക്ക് ചെയ്യണം. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര ക്ഷേമ സമിതി പ്രസിഡന്റ് PK സുനിൽ, സെക്രട്ടറി TR സജീവ്, ട്രഷറർ മാധവ മേനോൻ, ഗുരുവായൂർ ദേവസ്വം മെഡിക്കൽ സെന്റർ ഓഫീസർ KK ശശി കൈമൾ, ഡോക്ടർ MB സുരേഷ് എന്നിവർ പങ്കെടുത്തു. പുഴയിലും പരിസരത്തും മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. നടപടിയെടുക്കാനാവാതെ അധികാരികൾ. ചൂണ്ടൽ പഞ്ചായത്തിലെ പാറന്നൂർ കുരുത്തിച്ചാൽ പരിസരത്താണ് സാമൂഹ്യവിരുദ്ധർ മാലിന്യം തള്ളുന്നത് നിർബാധം തുടരുന്നത്. പാറന്നൂരിൽ നിന്ന് പട്ടിക്കരയിലേക്ക് പോകുന്ന പാതയിൽ കുരുത്തിച്ചാൽ പാലത്തിനടുത്താണ് മാലിന്യം തള്ളുന്നത് തുടർക്കഥയായി മാറുന്നത്. കേച്ചേരി പുഴയുടെ ഭാഗമായ പാറന്നൂർ മേഖലയിലാണ് ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച വസ്തുക്കളും മറ്റു മാലിന്യങ്ങളും തള്ളുന്നത്. വർഷങ്ങളായി അറവു മാലിന്യം ഉൾപ്പെടെ തള്ളുന്നത് തുടരുന്നുണ്ടെങ്കിലും ഇടക്കാലത്ത് നാട്ടുകാരുടെ ഇടപെടലിന്റെ ഭാഗമായി പഞ്ചായത്ത് അധികാരികൾ മാലിന്യം തള്ളുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള ബോർഡ് സ്ഥാപിച്ചിരുന്നു. കൂടാതെ പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പരിസരം വൃത്തിയാക്കുകയും ചെയ്തു. ഇതിനുശേഷം മാലിന്യം തള്ളുന്നത് ഇടക്കാലത്ത് നിന്നിരുന്നുവെങ്കിലും ഇപ്പോൾ പഴയതിലും ശക്തമായി മാലിന്യം തള്ളുന്നത് തുടർക്കഥയാണ്. കേച്ചേരി പുഴ പോലെയുള്ള മേഖലയിലെ പ്രധാന ജലസ്രോതസ് മലിനമാക്കുന്നത് വഴി പകർച്ചവ്യാധികൾ ഉൾപ്പെടെ പടർന്നു പിടിക്കാനുള്ള സാധ്യത ഏറെയാണ്. മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തുന്നതിനോ പിഴ ഈടാക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനോ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടാകാത്തതും സാമൂഹ്യവിരുദ്ധർക്ക് പ്രോത്സാഹനമായി മാറുകയാണ്.
പുതുക്കി പണിയുന്ന വേലൂർ പഞ്ചായത്തിലെ തോന്നല്ലൂർ 84 നമ്പർ അങ്കണവാടിയുടെ ശിലാസ്ഥാപനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ലളിത ഗോപി, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷെർലെ ദിലീപ് കുമാർ, CF ജോയ്, പഞ്ചായത്ത് മെമ്പർ PA മുഹമ്മദ് കുട്ടി, വെള്ളാറ്റഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വേണു വാര്യർ, കുടുംബശ്രീ ചെയർപേഴ്സൺ വിദ്യ ഉണ്ണികൃഷ്ണൻ, ICDS സൂപ്പർവൈസർ സഹീറ എന്നിവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ 7 ലക്ഷവും തൊഴിലുറപ്പ് പദ്ധതിയിൽ 8 ലക്ഷവും വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ 2 ലക്ഷവും വകയിരുത്തി 17 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അങ്കണവാടി കെട്ടിടം നിർമ്മിക്കുന്നത്. കടവല്ലൂർ പാറപ്പുറത്ത് പാടത്തെ വെള്ളക്കെട്ടിൽ വീണ് ഗൃഹനാഥൻ മരിച്ചു. പാറപ്പുറം കൊട്ടിലിങ്ങൽ വളപ്പിൽ 72 വയസ്സുള്ള ശ്രീരാമനെയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് വീടിന് സമീപമുള്ള പാടത്തെ വെള്ളത്തിൽ വീണ് കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഉടൻ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. സംസ്കാരം നടത്തി. പരേതയായ തങ്കയാണ് ഭാര്യ. ആനന്ദ്, ജിഷ എന്നിവർ മക്കളാണ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,160 രൂപ, പവന് 73,280 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 123 രൂപ. കുന്നംകുളം കക്കാട് ചുങ്കത്ത് ജോസ് നിര്യാതനായി. 73 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻ ഇടവക ദേവാലയ സെമിത്തേരിയിൽ നടക്കും. കാവീട് ചീരൻ കുടുംബാംഗം LC-യാണ് ഭാര്യ. സിജോ, സിജി, ജിജോ എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. കർഷകർക്ക് നൽകാനുള്ള പണം സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ച് ക്രമക്കേട് നടത്തിയ എരുമപ്പെട്ടി മങ്ങാട് ക്ഷീരവ്യവസായ സഹകരണ സംഘം സെക്രട്ടറി PA ജിജേഷിനെ സസ്പെൻഷൻ. നടപടിയെടുത്തത് ക്ഷീരസംഘം ഭരണസമിതി യോഗം. കർഷകർക്ക് നൽകാനുള്ള തുക എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കുവാനും തിരിമറി നടത്തിയ തുക ഇയാളിൽ നിന്നും ഈടാക്കുവാനുള്ള നിയമ നടപടി സ്വീകരിക്കുമെന്നും ക്ഷീരസംഘം പ്രസിഡന്റ് PC അബാൽമണി. തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘട്ടനം. 11+2 വിദ്യാർത്ഥികൾക്കെതിരെ വടക്കേക്കാട് പോലീസ് കേസെടുത്തു. വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷങ്ങൾ പതിവാകുന്നത് സ്കൂൾ അധികൃതർക്കും രക്ഷിതാക്കൾക്കും തലവേദനയാകുന്നു. അതിർത്തി തർക്കത്തെ തുടർന്ന് ചൊവ്വല്ലൂരിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി CCTV ക്യാമറ തല്ലിത്തകർത്തു. സംഭവത്തിൽ അയൽവാസിക്കെതിരെ കേസ്. പ്രവാസിയായ പുഴങ്ങരയില്ലത്ത് നൌഷാദിന്റെ വീട്ടിലെ CCTV ക്യാമറയാണ് അയൽവാസി ഷിഹാബുദ്ദീൻ തല്ലിത്തകർത്തത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.